കുടിയേരി. പ്രിയമുള്ളവരെ, പണ്ട് കാലത്തൊക്കെ ദ്വീപിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നത് അരി കൊടുത്തിട്ടാണ്. അരി കൊടുത്താൽ സാധനങ്ങൾ കിട്ടും. പീടികയിലൊക്കെ അന്ന് തേങ്ങ കൊടുത്തിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയത്. തേങ്ങ കൊടുത്തിട്ട് പല സാധനങ്ങളും വാങ്ങി. അതേപോലെ തന്നെ മീൻ വാങ്ങുന്നത് അരി കൊടുത്തിട്ടാണ്. അരി അത് ലക്ക് അരി, പിന്നെ വള്ളം എന്നൊക്കെ പറയും. ലക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്രമാണ്, ചെറിയ പണ്ട് ഉപയോഗിച്ച് ഉമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്നൊരു പാത്രമാണ് അരി ഇടാൻ വേണ്ടിയിട്ട്. അത് എത്ര അളവാണെന്നൊന്നും എനിക്കറിയില്ല. വള്ളം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ച് വലിപ്പം കൂടിയതാണ്. അപ്പോൾ ഒരു വള്ളം, രണ്ട് വള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് 1 ലക്ക് 2 ലക്ക്, ഇന്ന് അരി എത്രയാണ് ഇട്ടത്, 2 ലക്ക് അരിയിട്ട് ചോറുണ്ടാക്കി എന്നൊക്കെ പറയും. പിന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു വള്ളം എന്ന് പറയും. അപ്പോൾ ഏതായാലും ഈ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അന്ന് പണ്ട് കാലത്ത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നത്. അപ്പോൾ അതേപോലെയാണ് പണ്ട് ഈ മദ്രസകളൊക്കെ നടത്തിയിരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. മദ്രസകളൊക്കെ നടത്തിയിരുന്നത് ഈ പറയുന്ന അരി, വീടുകളിൽ നിന്ന് അരി എടുത്തിട്ടാണ്. എങ്ങനെയാണ് ആ അരി എടുക്കുന്നത്? അരി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കൊരാൾ ഒരു വീഡിയോ വിട്ടു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട്, അത് ആന്ത്രോത്ത് ദ്വീപിലാണ്. അപ്പോൾ ഓരോ വീടുകളിലും ഉമ്മമാർ അന്നന്നത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, ചോറുണ്ടാക്കുന്ന സമയത്ത് ഒരു പിടി അരി ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും. അങ്ങനെ അത് കളക്ട് ചെയ്ത് ഓരോ ദിവസവും അത് ശേഖരിച്ച് അവരിട്ട് വെച്ചിട്ട് ഒരു മാസമാകുമ്പോൾ മദ്രസ ഭാരവാഹികളൊക്കെ നിയമിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ട്. അപ്പോൾ അയാൾ വന്ന് അത് കളക്ട് ചെയ്യും, ഓരോ വീടുകളും. അങ്ങനെ ആ വീട് വന്ന് അത് കളക്ട് ചെയ്ത് അത് മദ്രസയിലേക്ക് കൊണ്ട് എത്തിക്കുകയും മദ്രസയിൽ നിന്ന് പിന്നെ ആളുകൾ പോയി അത് വാങ്ങിക്കും. മദ്രസയിൽ പോയിട്ട് ആ അരി വാങ്ങിക്കും, അവരതിന് പൈസ കൊടുക്കും. അങ്ങനെ പൈസ കൊടുക്കുമ്പോൾ ആ പൈസ കൊണ്ടിട്ടാണ് ഉസ്താദുമാരുടെ ശമ്പളവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ എനിക്ക് ഒരാൾ വിട്ടു തന്നപ്പോൾ എനിക്കത് നിങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതി. അത് ആന്ത്രോത്ത് ദ്വീപിലാണ്. ആന്ത്രോത്ത് ദ്വീപിലെ ചെമ്മച്ചേരി നൂറുൽ ഹുദ സുന്നി മദ്രസയുടേതാണെന്ന് തോന്നുന്നത്. ആന്ത്രോത്തിൽ മറ്റു മദ്രസയിലും ഇതുപോലെ തന്നെ നടക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെ എൻ്റെ ദ്വീപായ അഗത്തിയിലും ഇപ്പോൾ അത് ഉണ്ട്, ആ പിടിയേരിയുടെ പരിപാടി. അപ്പോൾ ഇപ്പോൾ നിർത്തിയൊന്നും അറിയില്ല, അടുത്തുവരെ ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു പിടിയേരിയുടെ രൂപം അത് എങ്ങനെ എടുക്കുന്നതെന്നുള്ളത് അദ്ദേഹം വിട്ടു തന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാണുമ്പോൾ അതിൻ്റെ രീതിയൊക്കെ മനസ്സിലാവും. മറ്റ് ദ്വീപുകളിലൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല. ഇപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ ദ്വീപിലും. കാരണം അന്നത്തെ അവസ്ഥ എങ്ങനെയാണ്, അന്ന് വളരെ പണമൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അന്ന് ഓടം ഇങ്ങനെ ഓടിയിട്ട് കരയിൽ പോയി കൊപ്ര കൊണ്ടുപോകും. കൊപ്ര കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞാൽ ആ പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആളുകളുടെ കയ്യിലൊന്നും പൈസ ഉണ്ടാവില്ല. ആ പൈസക്കാണെങ്കിൽ നമ്മൾ കരയിൽ നിന്ന് മംഗലാപുരത്തു നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഈ നമ്മുടെ വീട്ടിൽ താമസിക്കാനുള്ള അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാനുള്ള വീട്ടു ഉപകരണങ്ങളായ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഭക്ഷണമായാലും അരി, കൊത്തമ്പരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കാനുള്ള, അതായത് വർഷകാലത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മിച്ചം ആളുകളുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ മിച്ചമില്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നവർ പൈസ ഉണ്ടാവില്ല. പൈസ ഇല്ലാതാവുമ്പോഴാണ് പൈസ ഉണ്ടാവില്ല. അപ്പോൾ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ രീതിയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.